കുട്ടിച്ചാത്താ, നീ ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ? ഇടുക്കൻ. നീ ഞങ്ങൾ ആകെപ്പോടെ ടെൻഷൻ അടുപ്പിച്ച് കളഞ്ഞല്ലോടാ തീവ്രവാദി. ഇനി നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവില്ല മോനെ. പിന്നെ ഞാൻ ഈ ഭീകരം കാരണം നമ്മൾ ആ പാവം പെണ്ണിന് എന്തൊക്കെ തെറ്റിദ്ധരിച്ചു. ശരിയാ, നമ്മൾ ഓളെ ഇവിടുന്ന് തല്ലി പറഞ്ഞയച്ചത് ശരിയായില്ല. ഒന്നുമില്ലെങ്കിലും പണമായിട്ടും അല്ലാതെയും നമ്മളെ സഹായിച്ചതല്ലേ. തലയ്ക്ക് സ്ഥിരമില്ലാത്ത കൊച്ച. ഞമ്മള് കാരണം ഓക്ക് എന്തെങ്കിലും സംഭവിച്ച പടച്ച പോലും ഞമ്മള് കുറുക്കില്ല. ഈ പാള പോലത്തെ കൈ കൊണ്ട് തല്ലുമ്പോ ആലോചിക്കണായിരുന്നേ. എന്തായാലും ഞാൻ പോയി ഓളെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാ. ഇനിയിപ്പോ നമ്മളവളെ എവിടെ പോയി തിരക്കും? ഏയ്, അവളങ്ങനെ ദൂരെ എങ്ങും പോകാനിടയില്ല. അത് ശരിയാ ആചാര്യ, നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. വാ. മോളെ ഡയാന, നമ്മളോട് ക്ഷമിക്ക്. നമ്മൾ അറിയാതെ എന്തൊക്കെയോ മോളോട് പറഞ്ഞു. അവരെല്ലാം അവിടെ കാത്തിരിക്കുക. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ ഇനി അങ്ങോട്ട് വരില്ല. നമ്മുടെ ബോണ്ട് അന്നേ നോക്കിയിരിക്കുക. എന്റെ മോൻ വന്നോ? ആ, വരൂ വരൂ, ഓടി വരൂ. കുട്ടി ഈ സിറ്റി വിട്ട് എങ്ങും പോവാൻ സാധ്യതയില്ല. ബോംബെയിലേക്ക് വിളിച്ചു നോക്കിയിട്ട് കരീം ഭായിയുടെ ഒരു വിവരമില്ല. അല്ല, ഭായിയാണല്ലോ നമുക്ക് വേണ്ട സഹായം ചെയ്യാറുള്ളത്. എന്താ ചെയ്യാം? എന്റെ കയ്യിലെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടില്ലേ? ആ നമ്പർ മാത്രമേ ഭായിക്ക് അറിയുള്ളൂ. ഒരുപക്ഷെ ഭായി ആ നമ്പറിൽ എന്നെ വിളിച്ചിട്ടുണ്ടാവും. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ ആരുടെ കയ്യിലുണ്ടെന്നറിയാൻ ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കിയാ പോരെ? കറക്റ്റ്. ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു നോക്കി, പക്ഷേ എപ്പോ വിളിച്ചാലും ഔട്ട് ഓഫ് റേഞ്ച്. ശരി, ട്രൈ ചെയ്യാം. നാളെ ഈ സിറ്റിയിലെ ഓരോ മുക്കും മൂലയും പരിശോധിക്കണം. ഈ ദുനിയാവിന്റെ ഏത് കോണിലുണ്ടെങ്കിലും കുട്ടിയെ നമുക്ക് കണ്ടെത്തണം. ഓക്കെ. മോൻ ഇതിൽ ഏത് കഥ വേണ്ടേ? ഇംഗ്ലീഷാണോ മലയാളാണോ? പറ, നോക്ക്. ഇതോ? ഇത് മതിയോ? നോക്കട്ടെ. എന്റെ അമ്മേ, ഇത് ഇംഗ്ലീഷാണല്ലോ. നീ ആരാ, സായിപ്പിന്റെ മോനോ? ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷിനോടാണ് കൂടുതൽ താല്പര്യം. നീ എത്ര പോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് കൂട്ടാ? നീ മാത്തപ്പന അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ എനിക്കറിയാം. ശരി, വായിക്കാം, നോക്കണേ. ONCE അപ്പോ ഓൺ സി. UPON പ്യൂൺ. TIME അപ്പോ ടൈമി. മൊത്തം വായിക്കുമ്പോ ഓൺ സി എ പ്യൂൺ ടൈമി. ഭാവിക്ക് വല്ലതും മനസ്സിലായോ? എനിക്കും മനസ്സിലായില്ലോ. എന്ത് ഭാഷയാടാ നീ കൊച്ചിനെ പഠിപ്പിക്കുന്നത്? ഉറുദുവോ കന്നഡയോ അതോ ബംഗാളിയോ? ഇതേ ഇംഗ്ലീഷ് മുതലാളി. പക്ഷെ തോന്നൂല. മുതലാളിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലേ? ഓക്കെ, യു ഫോളോ മീ ഇംഗ്ലീഷ്. ദിസ് ഈസ് മൊട്ടാസ്. ദിസ് ഈസ് മൊട്ടാസ്. മൊട്ടാസ് എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ മൊട്ടത്തലയന്മാർ. ഈ 3 മൊട്ടത്തലയന്മാരും തനി മണ്ടന്മാരെ പോലെ ആണെങ്കിലും അവര് വില്ലാളി വില്ലന്മാരായിരുന്നു. കഥ കേട്ടിരുന്ന് ഉറങ്ങരുതേ. അങ്ങനെ അവര് 3 പേരും കൂടി ഒരു സ്ഥലത്ത് അങ്ങനെ പോയി കളവിന് പോയി. അവിടെ നിന്ന് വലിയ മലകളെല്ലാം കിടന്ന് കുറേ സാധനങ്ങൾ എന്തൊക്കെയോ അവിടെ നിന്ന് കൊണ്ടുവന്നു.
ആഹാ, ഇതെന്താ ചായയിലിട്ട് നോക്കിയിരിക്കുന്നത്? തണുത്തു പോവല്ലോ. ഇതെങ്ങനെ കുടിക്കുക? ആഹാ, ഒരു ചായ എങ്ങനെ കുടിക്കേണ്ടതെന്ന് അറിയില്ലേ? അതും ഞാൻ പഠിപ്പിച്ചു തരണോ? പഠിപ്പിച്ചു തരാം. ആദ്യം വലത്തെ കൈ കൊണ്ട് ചായ ഗ്ലാസ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് പൊക്കി പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ച് വായിലേക്ക് ഇങ്ങനെ ചരിച്ച് പിടിച്ച് ഇങ്ങനെ കുടിക്കുക. ഇപ്പൊ മനസ്സിലായോ ചായ കുടിക്കേണ്ട എങ്ങനെയാണെന്ന്? അയ്യോ, ആ ചായ മുഴുവനും കുടിച്ചോ? അയ്യോ, ഞാൻ മുഴുവനും കുടിച്ച്. മുഴുവനും കുടിച്ചോ? അയ്യേ, ഞാൻ ചായ കുടിക്കാൻ എടുത്തപ്പോ അതിന്റെ ഈ പല്ലി ചത്ത് കിടക്കുകയായിരുന്നു. പല്ലി വീണ ചായ എങ്ങനെയാ കുടിക്കാന്ന് വിഷമിച്ചിരിക്കുമ്പോഴാ പുറത്തു പോയി ഛർദിക്കടാ. ഭ്രാന്താ? വിസ തട്ടിപ്പുകളുടെ വാർത്താ പ്രാധാന്യം കുറഞ്ഞോ? ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലോ, കുറെ നേരെ ദേഹത്ത് വെപ്പാൻ തുടങ്ങിയിട്ട്. ഞാൻ ഉണ്ണി തന്നെ തുപ്പിയതല്ലെന്നേ. പിന്നെ നിന്റെ അച്ഛനാണോ നീ തുപ്പിയത്? അച്ഛനെന്ന് പറഞ്ഞ് കളിക്കണ്ട. വൃത്തികെട്ടവൻ. എന്താ ഏ? കഴുത്തി തുപ്പുന്നോളെ തെണ്ടി. ഒറ്റ ഇടി. എന്നിട്ട് പോണം മുമ്പിൽ നിന്ന്. ഇവന്ന് മോളി കയറിയാ. അയ്യോ, കഥ പറഞ്ഞ് കൊച്ചിനെ മറക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞ് നീ കിടന്നു തുടങ്ങിയല്ലടാ. കൊച്ചെവിടെയാടാ? എന്തിനാ? കൊച്ചു പോയി. അയ്യോ, അവൻ പെട്ടെന്ന് ഇവനെ നിലയിലെത്തിയത്. ഒന്നും നോക്കാനില്ലേ, ചാടന്നെ. മതി മതി മതി. 1, 2, 3, 4. അയ്യോ, നിക്ക് നിക്ക്. 4 പേരുണ്ടായിരുന്നല്ലോ നമ്മള്. ഒരാളെവിടെ? വാ. ഓന്റെ കൺട്രോൾ വിട്ടുപോയതാ. ഉണ്ണിത്താനെ, ഞാനൊരു കുഴപ്പം കൂടാതെ താഴെ പോന്നു. ചെപ്പടി. അമ്മേ.